സാധാരണ നമ്മൾ ഏതർ BSc ഫിസിക്സ് പഠിക്കും, അതിനുശേഷം MSc ഫിസിക്സ് പഠിക്കും. എങ്ങനെയാണ് ഈ ഐസർ ഭോപ്പാലിലെ BS-MS ഡ്യുവൽ ഡിഗ്രിയിലേക്ക് എത്തുന്നത്? ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഐസർ അത്രത്തോളം പ്രസിദ്ധി ആർജിച്ചിട്ടില്ല. ഇപ്പം മിക്കവാറും എല്ലാവർക്കും ഐസർ എന്താണെന്ന് അറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഞാൻ പഠിക്കുന്ന സമയത്ത് അത്രത്തോളം വിപുലമായിട്ട് എല്ലാവർക്കും അറിയുണ്ടായിരുന്നില്ല ഐസറിനെ കുറിച്ച്. ഞാൻ വീട്ടിൽ ഗ്രാൻഡ് പേരൻസിനൊക്കെ എൻട്രൻസ് എഴുതണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് റിറ്റ്സിൽ കോച്ചിങ്ങിന് പോയപ്പോഴാണ് ഞാൻ ഐസറിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഐസറിന് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടെന്നും അവിടെ സയൻസ് ആണ് മെയിൻ എന്നും പറഞ്ഞു. അപ്പം എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. മീൻസ് ബാക്കി എല്ലാവരും മെഡിക്കൽ എൻട്രൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ എനിക്ക് ആക്ച്വലി സയൻസിനോടായിരുന്നു താല്പര്യം. അപ്പോൾ സയൻസ് എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന എന്നോട് ഇങ്ങനെ ഐസർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടെന്നും അവിടെ സയൻസ് പഠിക്കാനുള്ള സയൻസ് മീൻസ് നല്ല റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് വളരെയധികം താല്പര്യം തോന്നി. അങ്ങനെയാണ് ഞാൻ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. റിറ്റ്സിൽ നിന്നാണ് ഞാൻ ഐസറിനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ, അപ്പോൾ BS-MS എന്ന് പറയുമ്പം മൊത്തം എത്ര വർഷമാണ്? 5 കൊല്ലമാണ്. BS-ഉം ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. കൂടാതെ അവസാനത്തെ വർഷം നമുക്ക് നല്ലൊരു റിസർച്ച് ചെയ്യാനും കൂടെ ഉള്ള അവസരം കിട്ടും. സാധാരണ നമ്മുടെ സാധാ യൂണിവേഴ്സിറ്റികളെക്കാളും കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് PhD-ക്കൊക്കെ വളരെ ഗുണകരമായിരിക്കും. ഒരിക്കലും ജോബ് ഓറിയൻറ്റഡ് അല്ല ഐസർ. റിസർച്ച്, സയൻസ് അങ്ങനെ പാഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ IITs എഞ്ചിനീയേഴ്സിന് എങ്ങനെയാണോ അതേ കണക്കാണ് ഐസർ സയൻസിന് പാഷൻ ഉള്ളത്.